ഇന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ് ഫിനിക്സ് മോളിൽ കേട്ടോ. ഇന്ന് വേറെ ഒന്നല്ല, ഇന്ന് മിത്തുക്കുട്ടിയുടെ എക്സാം കഴിഞ്ഞ ദിവസമാണ്. കഴിഞ്ഞ അന്ന് തന്നെ ഞങ്ങൾ പൊക്കി എടുത്തുകൊണ്ട് വരികയായിരുന്നു. ഞങ്ങൾക്കിവിടെ ഒന്ന് രണ്ട് ആവശ്യങ്ങളും കൂടെ ഉണ്ടായിരുന്നു. ഇത് നോക്കിയ ബാക്കിൽ എന്താ ചെയ്യണമെന്ന്, സ്കൂൾ യൂണിഫോമിലായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് വരുന്ന വഴിക്ക് ഡ്രസ്സൊക്കെ മാറ്റി ഇപ്പൊ ഞാൻ ഫുൾ കിറ്റായിട്ടാണ് വന്നിരുന്നത്. മിത്തുക്കുട്ടിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എക്സാം ആയിട്ട് കുറെ ദിവസമായിരുന്നു പഠിച്ച് പ്രാന്തായിരിക്കണം. അപ്പൊ ഇന്നൊരു ഫുൾ ഔട്ടിങ് പോവാന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ്. ഫുൾ അവിടെ ഇരുന്ന് മേക്കപ്പ് ചെയ്യാം. ഹലോ, കഴിഞ്ഞോ? മതി. ഐലൈനർ ആണ് മിത്തുവിന്റെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട ആയുധം. ഐലൈനറും ചീർപ്പും. മുടി ചീക, ഐലൈനർ. വരൂ, എന്തായി? ഇതാണ് മിത്തുവിന്റെ ബാഗ്. ഇത് നിർബന്ധമായിട്ടും കൊണ്ടുവരണം. പൗഡർ ഡബ്ബ, ഇത് ഐലൈനർ, പിന്നെ കൺമഷി വേറുണ്ട്, ഇത് അവളുടെ കണ്ണാടി. ഇതൊന്നും പോരാങ്ങിട്ട് അപ്പുറത്ത്. കഴിഞ്ഞോ? മുടി ഒന്ന് ചെയ്യട്ടെ. ഓൾറെഡി കഴിഞ്ഞതാട്ടോ. ഇപ്പൊ സ്കൂൾ യൂണിഫോമിൽ നിന്ന് മോചനം. എങ്ങടെ നമ്മൾ പോണ്? അതെ, അതിനാണ് അത്ര ദൂരം വന്ന്. ഹാപ്പി? എങ്ങനെയുണ്ട് എക്സാം? എക്സാം ഭയങ്കര അടിപൊളി. കഴിഞ്ഞതിൽ വളരെ സന്തോഷം എന്നാണ് പറയണേ. അപ്പൊ വെക്കേഷൻ തുടങ്ങി. വെക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 2 weeks. പക്ഷെ അതങ്ങനെ നാട്ടിലൊന്നും പോകാൻ പറ്റാത്ത വെക്കേഷൻ ആണ് അല്ലേ? കാരണം അതില് PTM ഉണ്ട്, കോഫി മീറ്റ് ഉണ്ട്, ബുക്ക് വാങ്ങണം. April 1 തീയതി അടുത്ത അക്കാഡമിക് തുടങ്ങും. അപ്പോ ബുക്ക് വാങ്ങണം. അപ്പൊ നമുക്ക് പോവാ. അപ്പം നമ്മൾ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് കുർള ഭാഗത്തുള്ള ഫിനിക്സ് മോളിലാണ് കേട്ടോ. അപ്പം ഞാനിത് ഓരോ സ്ഥലം എവിടെയാണെന്ന് കറക്റ്റ് പറഞ്ഞിരുന്നത്. മുംബൈയിലുള്ളവർക്കും പുറമേ നിന്ന് വരുന്നവർക്കും എവിടേക്കെങ്കിലും പോകണമെങ്കിൽ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്താണ് മിത്തുവിന് വേണ്ടത്? മിത്തുവിന് ആദ്യം വേണ്ടത്, മിത്തുവിന് ഞങ്ങൾ ഇന്ന് സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു. ഞാൻ സ്വപ്നയായിട്ട് ഫുൾ പ്ലാൻ ചെയ്തിട്ട് മിണ്ടണ്ട പറഞ്ഞു. മിത്തു കേറിയത് മിത്തുനോട് അറിയണം, ഇത് സർപ്രൈസ് ആണ് കേട്ടോ. മിത്തു അറിയേ എന്റെ അമ്മ, അറ്റ്ലീസ്റ്റ് അത് തരുന്നവരെങ്കിലും ഒന്ന്, അറ്റ്ലീസ്റ്റ് ഇവിടെ ഷോപ്പിംഗ് മോളിക്ക് സർപ്രൈസിനാട്ടോ മിത്തു പോണേന്ന്. മിത്തു അറിയാം, അറ്റ്ലീസ്റ്റ് അത് കിട്ടുന്നവരെങ്കിലും ഒരു സർപ്രൈസ് ആക്കി വെച്ചൂടെ. അതുപോലെയല്ല. ഓക്കെ, സോ ഓക്കെ, ആദ്യം ഭക്ഷണം. എന്ത് ഭക്ഷണമാണ് വേണ്ടത് അതിനനുസരിച്ച് പോവാം. ഫുഡ് കോർട്ടാ നോക്കാം. അത് കഴിഞ്ഞാണ് സർപ്രൈസ്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ഒരു ഐഡിയ ഇല്ലാതെ ചുമ്മാ കറങ്ങാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഇങ്ങനെ വെറുതെ കയറി ഇറങ്ങുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കേട്ടോ. ഇവരെ നമ്മൾ താമസിക്കുന്ന അവിടെ വെച്ചിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. ഒരുപാട് സന്തോഷമായി. അതായത് അവർക്കും നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്. അവർ നമ്മളെ അപ്രതീക്ഷിതമായി കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, അതുപോലെ ആരെങ്കിലും നമ്മളിതുപോലെ കാണുമ്പോൾ എല്ലായിടത്തും ഓടി വന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് കേട്ടോ. അത് എത്ര പറഞ്ഞാലും നമുക്ക് എത്ര സന്തോഷമാണെന്ന് നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. അത്രയും ഇഷ്ടമാണ് നമുക്കിങ്ങനെ ഓരോരുത്തർ വന്ന് സംസാരിക്കുമ്പോൾ. അങ്ങനെ വിഷ്ണു നമ്മളിങ്ങനെ പൊരിഞ്ഞിരിക്കുമ്പോഴാണ് അവരിവിടെ പോപ്പ് ടേറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ്. രംഷേട്ടൻ ഇതിൻ്റെ പല ബ്രാഞ്ചുള്ളതുകൊണ്ട് രംഷേട്ടൻ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുള്ളതുകൊണ്ട് പറഞ്ഞു നമുക്ക് ഇവിടെ തന്നെ പോവാം എന്ന് പറഞ്ഞ് ഞങ്ങൾ വന്നു. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ആംബിയൻസ് ആണ്. അപ്പം നിങ്ങൾക്കും തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നു. ഇത് നിങ്ങൾക്ക് മുംബൈയിലുള്ളവർക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇത് ഇവിടെ മാത്രമല്ല, ഇതിപ്പോൾ നമ്മൾ പോയത് കുർളയിലുള്ള ഫിനിക്സ് മോളിലാണ്, പക്ഷേ പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പോൾ പോപ്പ് ടേറ്റ്സ് സെർച്ച് ചെയ്തിട്ട് എവിടേക്കാനുള്ളത് വെച്ചാൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് പോയിട്ടില്ലെങ്കിൽ വിസിറ്റ് ചെയ്യണം. എല്ലാ ടൈപ്പ് ഓഫ് ഫുഡ്സും ഉണ്ട്. നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഇവിടെ എത്തിയത്. ഫുഡ് മാത്രമല്ല, അവരുടെ ആംബിയൻസ് ആണെങ്കിലും ഈവൻ എല്ലാ ഡ്രിങ്ക്സും എല്ലാ കാര്യങ്ങളും ഉണ്ട് അവരുടെ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തു. മിത്തുക്കുട്ടിക്ക് ഇവിടുത്തെ പോപ്പ് ടേറ്റ്സിന്റെ സിഗ്നേച്ചർ ബർഗറും ഞങ്ങള് സിസ്ലേഴ്സുമാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് സിസ്ലേഴ്സ്, ചിക്കൻ നോൺ വെജ് സിസ്ലേഴ്സ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിൽ നല്ല നല്ല റെസ്റ്റോറൻറ്റ്സിൽ വന്നിട്ട് സിസ്ലേഴ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്. സിസ്ലേഴ്സ് ബ്രൗണി ഒരു ഇതെല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇപ്പം നോൺ വെജിൻ്റെ ആണെങ്കിൽ നോൺ വെജ് ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ചും കൂടെ അടിപൊളിയാവും. അപ്പം ഇനിയിപ്പോൾ എന്താ പരിപാടി? ഇന്നിപ്പോൾ വൈകി ഓൾമോസ്റ്റ് 3 മണിയായി. ഇനി എന്തിനാ വന്നത്? ഇനിയിപ്പോ മിത്തു, ഇതാണ് മിത്തുന്റെ സർപ്രൈസ്. ഒരു സിനിമയൊക്കെ കാണാൻ വിചാരിച്ചു, പക്ഷെ ഇവിടെ മലയാള സിനിമയൊന്നും കളിക്കുന്നില്ല. ബ്രഹ്മയുഗാണ് ഇനി കാണാൻ ലിസ്റ്റിൽ ബാക്കി ഉണ്ടായിരുന്നത്.
അന്വേഷിപ്പിൻ കണ്ടെത്തും അടിപൊളിയാട്ടോ. ഞാൻ എന്റെ റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മുന്നത്തെ വീഡിയോയില്. OTT വന്നു. സൂപ്പർ പടം, അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സൂപ്പർ. അപ്പോ നമ്മൾ ഓർഡർ ചെയ്ത മോക്ടെയിൽ എത്തിയിട്ടുണ്ട്. ഇത് മിത്തുക്കുട്ടിയുടെ സ്ട്രോബെറി, ഇത് ഞങ്ങളുടെ മൊഹിത്തോ. മിത്തുക്കുട്ടിയുടെ എവിടെ ചെന്നാലും മിത്തുവിന് ഫ്രണ്ട് ബർഗർ. പക്ഷെ ഇത് ഇങ്ങനത്തെ ബർഗർ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും അല്ലെ മറ്റേതിനേക്കാളും. അപ്പൊ മിത്തുവിന്റെ ബർഗർ കഴിച്ചോളൂ. അപ്പൊ നമ്മുടെ സ്റ്റാർട്ടർ വന്നു. ഇത് ഗാർലിക് ചില്ലി ചിക്കൻ, കുറച്ച് സ്പൈസി ആട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. മിത്തുവിന്റെ ബർഗർ ഒരു രക്ഷയില്ല, അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ മൊഹിത്തോ ഒരു രക്ഷയില്ല, എല്ലാം അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങള് അറിയാത്തവരാരും ഉണ്ടാവില്ല, എന്നാലും ഞാൻ ചുമ്മാ ആരെങ്കിലും അറിയില്ലെങ്കിൽ പറയാമെന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് പല സ്ഥലത്തും ട്രൈ ചെയ്യാറുള്ളതുകൊണ്ട് പറയാട്ടോ. പോപ്റ്റേറ്റ്സ് പല സ്ഥലത്തും ഉണ്ട് ഇവിടെ മുംബൈയില്. നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം, അടിപൊളിയാണ്. ഒന്ന് കയറി ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ സിസ്ലേഴ്സ് എത്തി. ഇത് കഴിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ കുറെ പേരൊക്കെ, കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള പല സിസ്ലേഴ്സും ഉണ്ട്. യോയോ സിസ്ലേഴ്സ് അടിപൊളിയാണ്. അത് സിസ്ലേഴ്സിനായിട്ടുള്ള ഒരു ഷോപ്പ് ഉണ്ട്. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് സംഭവം കാണുമ്പോൾ നല്ല അടിപൊളിയാണ് അല്ലെ. ഇതിൽ നമുക്ക് എന്താ പറയാ, ഇതിന്റെ സൈഡ് ഡിഷ് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പൊ ഞാൻ ചൂസ് ചെയ്തത് നൂഡിൽസ് ആണ്. മെക്സിക്കൻ റൈസും ഉണ്ട്, ഫ്രൈഡ് റൈസും ഉണ്ട്, നൂഡിൽസും ഉണ്ട്, അത് ചൂസ് ചെയ്യാം. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് അല്ലെങ്കിൽ പൊട്ടാറ്റോ, മാഷ്ഡ് പൊട്ടാറ്റോ അല്ലെങ്കിൽ വെഡ്ജസ്, അത് നമുക്ക് ചൂസ് ചെയ്യാം. ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ചൂസ് ചെയ്തത്. മെയിൻ ആയിട്ടുള്ളത് ചിക്കൻ സിസ്ലേഴ്സ് ആയതുകൊണ്ട് ചിക്കന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ കുറെ സോർട്ടഡ് വെജിറ്റബിൾസ് ഉണ്ടാവും. ഇതിന്റെ മെയിൻ എന്ന് പറഞ്ഞാൽ ഇതാ, ഈ ബ്രൗണി പോലെ തന്നെ ഈ വിരിവിരി വിരിവിരി ശബ്ദം കേട്ട് നമുക്ക് നല്ല ചൂടോടെ നല്ല ടേസ്റ്റി. പിന്നെ കോൺ, മാഷ്ഡ് കോൺസ്, കുറെ സംഭവങ്ങൾ, ഒരു സോസ്. ഈ സ്റ്റഫ്ഡ് ക്യാപ്സിക്കം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളി. അതേപോലെ തന്നെ എനിക്ക് മാഷ്ഡ് കോൺസും ഭയങ്കര ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. അങ്ങനെ ഒരു യുദ്ധം അവസാനിച്ചിരിക്കുകയാണ്. ഇനി പോവാ വീട്ടിക്ക്. ഇനി ഞാനില്ല, എനിക്ക് വേഗം പോയി കിടന്നുറങ്ങിയാൽ മതി എന്നായി. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. ഇനിയിപ്പോ എന്താ, ഇവിടെ ആക്ച്വലി ഷെയ്ത്താൻ കളിക്കുന്നുണ്ട് അല്ലേ, പക്ഷെ അത് തുടങ്ങിണ്ടാവും. ആ സിനിമ കാണണമെന്നുണ്ട്, പക്ഷെ ഇന്നിപ്പോ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കുറെ ലേറ്റ് ആവും സിനിമയ്ക്ക്. അത് നമുക്ക് നമ്മുടെ അവിടെ അടുത്തെങ്ങാനും പല സ്ഥലത്തും പോവാം, അതായിരിക്കും നല്ലത്. അപ്പൊ ഇനി ചുമ്മാ ഒന്ന് കറങ്ങാം, ചെറുതായിട്ടൊന്ന് കറങ്ങാം. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴേക്കും ഒരുപാട് ലേറ്റായി. പിന്നെ ശരിക്കും പറഞ്ഞാൽ മിത്തുവിന് വേണ്ടി ഞങ്ങളൊരു ഫുൾ 2 hours ഗെയിമിനൊക്കെ വേണ്ടി പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷേ അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. അപ്പോൾ പിന്നെയും ചുമ്മാ നടന്നു. ഇത് സെഫോറ അതിൻ്റെ ഇടയിൽ കണ്ട എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. എനിക്ക് അത് ചുമ്മാ നോക്കി നടക്കാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു 1-2 ഗെയിമിലും കാര്യങ്ങളൊക്കെ കയറ്റാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് വേറൊരു അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു ഈവനിങ് ആകുമ്പോഴേക്കും. നമ്മളിതാ ഇവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങിയിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇവിടെ സ്നോ വേൾഡ് കണ്ടത് കേട്ടോ. ഇതിന്റെ ഒരു മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ സ്നോ ഒന്നും കാണാതിരുന്ന സമയത്ത് സ്നോ കാണണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട്, മിത്തുവിനന്ന് 3 വയസ്സോ മറ്റേ ആയിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ 3-4 വയസ്സ്. അപ്പൊ നമ്മളിവിടെ സ്നോ വേൾഡിൽ അച്ഛനും അമ്മയും വന്ന സമയമായിരുന്നു. അവരെയും കൂട്ടി പോയി. അന്ന് മൈനസ് ആ ഒരു, ശരിക്കും നമ്മുടെ ഒരു സ്നോയില് കശ്മീരൊക്കെ ചെന്ന പോലെ എങ്ങനെ ഉണ്ടാവുക, അതുപോലെ ഒരു ആർട്ടിഫിഷ്യൽ സ്നോ വേൾഡില് പോയതാണ്. എന്നിട്ട് ഏറ്റവും തമാശ എന്താന്ന് വെച്ചാൽ, മിത്തു കുറച്ച് കഴിയുമ്പോഴേക്കും മിത്തുവിന് തണുപ്പ് കൂടിയിട്ട് സംസാരിക്കാൻ പറ്റാതെ അങ്ങനെ പപ്പ ജപ ജപ ജപാ പറഞ്ഞ രമേശേട്ടൻ എടുത്തോടി പുറത്തേക്ക്. അപ്പൊ അതൊരു ഭയങ്കര നല്ല രസകരമായ അനുഭവമായിരുന്നു. കാരണം സ്നോ കാണാന്നുള്ളൊരു ഭയങ്കര ആഗ്രഹമുള്ളൊരു സംഭവമായിരുന്നു. ഇത് കുർലയിലെ ഫിനിക്സ് മോളിലുള്ളതാണ്. ഇനി വേറെ എവിടെയെങ്കിലും സ്നോ വേൾഡ് ഉണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പൊ ആരെങ്കിലും വരികയാണെങ്കിൽ ഇങ്ങനെ കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് ഇവിടെ പോവാൻ നല്ലൊരു ഓപ്ഷനാണെന്ന് പറയാം. ഇപ്പൊ പിന്നെ അങ്ങനെ തോന്നില്ല. എന്തായാലും കാശ്മീരിലെ റിയൽ സ്നോ ഗുൽമാർഗിലെ കണ്ടതിന് ശേഷം അതൊരു വല്ലാത്തൊരു വൈബായിരുന്നു അല്ലെ. സ്നോ എല്ലാവർക്കും ഒരു ക്രേസ് അല്ലേ. അപ്പൊ അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ, അതിനിപ്പോ മുംബൈയിലുള്ള ആരെങ്കിലും അറിയില്ലെങ്കിൽ ചുമ്മാ ഒരു ഇൻഫോർമേഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ് കേട്ടോ. സ്നോ വേൾഡ് അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും പോയിരിക്കണം, നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരതൊക്കെ തരും. നമ്മള് ശരിക്കും അങ്ങനെ സ്നോയില് പോകുന്ന അതേ ഡ്രസ്സിങ്ങും എല്ലാം ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. ഇപ്പൊ ഇവിടെ ഇങ്ങനെ ചുമ്മാ നടക്കാൻ വന്നപ്പോ ഒരു പെർഫ്യൂം വാങ്ങിക്കാൻ വേണ്ടി ചുമ്മാ കയറിയതാട്ടോ. കയറി പെർഫ്യൂം വാങ്ങിച്ചു. 1 പ്രാവശ്യം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല ഇഷ്ടപ്പെട്ടു, അല്ലെ ഗിഫ്റ്റ് കിട്ടിയത്. അപ്പൊ നല്ല ഫ്രാഗ്രൻസ് ആണ്. മേക്ക് യുവർ ഓൺ പെർഫ്യൂം അല്ലെ. അപ്പൊ അതിന്റെ ഒരു കേരള ബേസ്ഡ് കമ്പനിയാണെന്ന് ഇവിടെ വന്നപ്പോഴാണ് അറിയണത്. പക്ഷെ നല്ലതാട്ടോ,
നല്ല അടിപൊളി. ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രാഗ്രൻസുകളൊക്കെ പെർഫ്യൂംസൊക്കെ ഇങ്ങനെ ഇതുപോലെ മിക്സ് ചെയ്തിട്ടൊക്കെ തരും. അപ്പോൾ അങ്ങനെ 2 എണ്ണം ഇഷ്ടപ്പെട്ടത് തമ്മിൽ മിക്സ് ചെയ്തിട്ടുള്ളതാണ് രംഷേട്ടൻ വാങ്ങുന്നത്. സംഭവം നല്ല മണമായിരുന്നു. എനിക്കിങ്ങനെ പെർഫ്യൂം മണത്ത് കഴിഞ്ഞാലേ അതിങ്ങനെ മണക്കും തോറും ഫ്ലാഷ് ബാക്ക് അടിച്ചു പോണ പോലെ ഓരോ മണം എനിക്ക് ഓരോ വീടുകൾ, ഓരോ സ്ഥലങ്ങളൊക്കെ ഓർമ്മ വരും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ. ഇങ്ങനെ മണക്കുമ്പോൾ എനിക്ക് ആ ഓരോ ആൾക്കാർ, ഓരോ സ്ഥലം, ഓരോ നിമിഷങ്ങൾ ഒക്കെ ഓർമ്മ വരും. അങ്ങനെ ഇതാ രംഷേട്ടന് ഇഷ്ടപ്പെട്ട ഒരു ഫ്രാഗ്രൻസ് വാങ്ങിച്ചു. സംഭവം നല്ലതാട്ടോ. ആ നല്ലതാ, അടിപൊളിയാ. എന്റെ വേറെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇത് കുറച്ചൊരു സ്ട്രോങ് സ്മെല്ലാ. എനിക്ക് അങ്ങനെ അത്ര ഒരു വേണ്ടാന്ന് വിചാരിച്ചു, ഞാൻ വാങ്ങില്ല. അങ്ങനെ ഞാനും മിത്തുക്കുട്ടിയും കൂടെ ഈ ഒരു ഗെയിമിന് കേറിയിരിക്കുകയാണ്. ഇവിടെ രംഷേട്ടനെ വിളിച്ചപ്പോൾ താല്പര്യമില്ല പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്, കുറെ കാലമായി അല്ല മിത്ത്? അത് കഴിഞ്ഞ് മിത്തുക്കുട്ടിക്ക് ഇതിൽ കയറണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കയറിയതാണ് കേട്ടോ. ഞാനും ഉണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളൊരു ചെറിയൊരു ഇതിൽ ഇങ്ങനെ സീറ്റിലിരിക്കുകയാണ് എന്നൊക്കെ അറിയിച്ചാലും ആ ഒരു എന്താ പറയുക, നമ്മളത് കണ്ണിലൂടെ കാണുന്നൊരു എഫക്റ്റ്. കാരണം നമ്മുടെ വിചാരം മുഴുവൻ നമ്മൾ ആ ഒരു 3D ഇത് കൂടെ നമ്മൾ പോവുകയാണ്. അതാണ് നമ്മളിങ്ങനെ അലറും പേടിക്കുകയൊക്കെ ചെയ്യും. ഞാനൊക്കെ അലറി വിളിക്കായിരുന്നു. നോക്കുമ്പോൾ അവിടെ എല്ലാവരും അലറി വിളിക്കായിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. മിത്തുന് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശരിക്കും എൻജോയ് ചെയ്തു. ഞാൻ രംഷേട്ടനെയും കൊണ്ട് ഞങ്ങള് സിംഗപ്പൂർ യൂണിവേഴ്സൽ സ്റ്റുഡിയോയില് ഓർമ്മ ഉണ്ടാവാം, മമ്മി, അതിലാണ് നമ്മൾ ശരിക്കും പോയത്. പക്ഷെ അടിപൊളി, നല്ല രസമായിട്ടാ. ഇത് 3-4 മിനിറ്റ് ഉണ്ടായുള്ളൂ, വേഗം കഴിഞ്ഞു. പക്ഷെ നന്നായി എൻജോയ് ചെയ്തു, അടിപൊളി. ഇനി നമ്മൾ പോണത് ഡെയ്സോയിലേക്കാണ്. ഇത് അടിപൊളിയാട്ടോ. DIY പോലെ ഐക്കിയൊക്കെ പോലത്തെ കുറേ നെറുങ്ങ് സാധനങ്ങൾ കിട്ടുന്ന സ്ഥലമാണ് ഈ ഡെയ്സോ. ഈ ഡേയ്സ് ഓഫ് ജപ്പാൻ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ കൺട്രീസിലും ഉള്ളതാണ്. എന്തായാലും മിഡിൽ ഈസ്റ്റ്, ഏഷ്യൻ സ്ഥലത്തൊക്കെ ഉണ്ട്, ബാക്കിയുള്ള സ്ഥലം എനിക്കറിയില്ല. അപ്പോൾ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ദുബായിലും സിംഗപ്പൂരൊക്കെ പോയ സമയത്താണ് ഇതാദ്യമായിട്ട് ഇങ്ങനെ ഒരു സാധനം കാണുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഇവരുടെ മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത് ഇങ്ങനത്തെ കുറേ ഈ കുട്ടികൾക്കുള്ള കുറേ നറുക്ക് പെറുക്ക് സാധനങ്ങളുണ്ടല്ലോ, പെന്നുകൾ, എല്ലാം ഒരു ജപ്പാൻ മെയ്ഡ്, കൊറിയൻ മെയ്ഡ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു സാധനങ്ങൾ, കുറച്ച് ഒരു ഭംഗിയുള്ള, നമ്മൾ വാവെന്ന് പറയുന്ന എന്നാൽ അധികം വിലയില്ലാത്ത സാധനങ്ങൾ. ഇവരുടെ എനിക്ക് ഈ ബൗൾസ്, പ്ലേറ്റ്, നമ്മുടെ കിച്ചണിലേക്ക് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, അതല്ലാതെ നമുക്കിങ്ങനെ കുറേ വീട്ടാവശ്യങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളിയാണ് ഇവിടെ. അങ്ങനെ തളർന്ന് നമ്മൾ ഇതാ തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇവിടെ നിന്ന്. ഇനി നമ്മൾ ഇവിടെ നിന്നും നേരെ വേറെ വീട്ടിലേക്കല്ല, ഇനി നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്. ഇനി അവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോ മിത്തുക്കുട്ടി ഇന്ന് ശരിക്കും മിത്തു പറഞ്ഞ അമ്മ വീട്ടിൽ പോയി ഇരിക്കണം, എക്സാം കഴിയുന്നതാണത്, കിടന്നുറക്കണമെന്നുണ്ട്. പക്ഷെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. നമ്മൾ പിന്നെ ഇനി പന്നയിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഒരു 2 മണിക്കൂർ എടുക്കും അവിടേക്ക് എത്താൻ. അത് കഴിഞ്ഞ് നമ്മൾ എപ്പോഴാണ് വീട്ടിൽ പോവാന്ന് അറിയില്ല. അങ്ങനെ നമ്മളിതാ ഒരു ഫുൾ ഡേ കറക്കൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, പിന്നെയും നമുക്കൊരു ചെറിയ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളും കൂടെ ഒക്കെ ഉണ്ട്. എല്ലാം വീടിന് വേണ്ടിയിട്ടുള്ള ഓട്ടം കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ വഴിയിൽ വെച്ച് കുറച്ച് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം മിത്തുക്കുട്ടി എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ കാണുന്നത്. പിന്നെയാണ് രംഷേട്ടൻ വീഡിയോ എടുക്കേണ്ടത് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ കോഡ് ഭാഷയിൽ ഇങ്ങനെ സംസാരിക്കാൻ. രംഷേട്ടനും മിത്തുക്കുട്ടി കേട്ടോ, ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുന്നത്, അച്ഛനും മോളും കൂടെ ഇങ്ങനെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചുമ്മാ ഓരോന്ന് കാണിക്കും. പക്ഷെ നമ്മൾ വേറെ ഏതെങ്കിലും ലോകത്തായിരിക്കും, നമുക്കത് മനസ്സിലാവില്ല. പിന്നെയാണ് മനസ്സിലാവുക ഇവർ രണ്ടുപേരും കൂടെ നമ്മൾ ആക്കുകയായിരുന്നു എന്നുള്ളത്. അങ്ങനെയുള്ളൊരു ചെറിയ പിടിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഇതിന് ശേഷം ഞാനിങ്ങനെ ചായ കുടിക്കുകയാണ്. അപ്പോൾ കുറച്ച് നാടൻ വിഭവങ്ങൾ ഓർഡർ ചെയ്തു. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഈവനിങ്ങിൽ ചായ കുടിക്കുമ്പോൾ ഒരു വല്ലാത്ത ഉഷാറല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പരിപ്പോടയും കൂടെ ഓർഡർ ചെയ്യാമെന്നാൽ. അപ്പോൾ മിത്തുക്കുട്ടിക്ക് ചോദിച്ചു, മിത്തുക്കുട്ടിക്ക് വലിയ ഇഷ്ടമില്ലാത്ത സാധനമാണ് പരിപ്പോട. അപ്പോൾ പിന്നെ ഞാൻ തന്നെ കഴിച്ചു. കാരണം നമ്മൾ മെയിനായിട്ട് അട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മെയിനായിട്ട് വന്നത് ചായ കുടിക്കാനാണ്. ഈ ഇങ്ങനത്തെ കുപ്പി ഗ്ലാസ്സിലുള്ള ഈ ചായ ഉണ്ടല്ലോ, നാട്ടിലെ ചായ, അത് കുടിക്കാം. ഇവിടുത്തെ ചായ വേറെ, അതൊരു കട്ടിങ് പോലെ സ്ട്രോങ്. പക്ഷെ അതല്ല, നാട്ടിലെ ചായ ഈവനിങ്ങിൽ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. അപ്പോൾ അതും നല്ല ഇലയുടെ ഉണ്ടായിരുന്നു. എന്നാൽ ചൂട് കാരണം ഫോർക്കും സ്പൂണൊക്കെ ഉപയോഗിച്ച് കഴിക്കേണ്ട ഒരു ഗതികേടായി. അത്ര ചൂടായിരുന്നു കേട്ടോ. നമുക്കാണെങ്കിൽ വേഗം പോവും വേണമായിരുന്നു, സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനല്ല ആൾ, ഇങ്ങനത്തെ ഫുഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വിടില്ല. എനിക്ക് പ്രത്യേക ഒരു തരം വികാരമാണ് ഇങ്ങനത്തെ ഇലയട, പരിപ്പ് വട, ചായ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മളെ വീട്ടിലേക്ക് എത്താൻ ഒരുപാട് ലേറ്റാവും. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു ദിവസം. മിത്തുക്കുട്ടിക്ക് ഇന്നത്തോടെ എക്സാം കഴിഞ്ഞു. ഇത് പറയാൻ മറന്നു. അപ്പോഴാണ് ഇപ്പോൾ നോമ്പ് തുറക്കുന്ന സമയമാണല്ലോ. അപ്പോൾ അവിടെ സ്പെഷ്യലായിട്ട് ഇങ്ങനെ വാട്ടർമെലൺ സർബത്ത്
സർബത്താണോ അതിനെ പറയാതെ പോലും എനിക്കറിയില്ല കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു സാധനം, ഇങ്ങനെ ഭയങ്കര ടേസ്റ്റ്. ഈ നോമ്പ് തുറക്കുമ്പോഴൊക്കെ കുടിക്കാനുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ കുടിച്ചതാ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ ഒരു ദിവസം എന്ന് ഞാൻ പറയാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഒരു കുട്ടി വ്ളോഗാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനി വെക്കേഷൻ വ്ളോഗൊക്കെ ആയിട്ട് ഇനിയൊരു ദിവസം കാണാം. ബൈ.